നമസ്കാരം. പ്രൈം ടൈം ന്യൂസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഇപ്പോൾ വരുന്ന വാർത്ത, 12 വർഷങ്ങൾക്ക് ശേഷം മകളെ കണ്ട അനുഭവം പങ്കുവെച്ച് യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മാതാവ് പ്രേമകുമാരി ജയിലിൽ ഏറെ നേരെ കാത്തുനിന്ന ശേഷമാണ് മകളെ കാണാൻ കഴിഞ്ഞത്. ഭാഷയുൾപ്പെടെ വെല്ലുവിളിയായി. കണ്ടയുടനെ നിമിഷപ്രിയ തന്നെ കെട്ടിപ്പിടിച്ചു. കുറെ നേരം മകൾക്കൊപ്പം ചെലവഴിക്കാൻ സാധിച്ചെന്നും പ്രേമകുമാരി പറഞ്ഞു. മമ്മി കരയരുത്, സന്തോഷമായിട്ടിരിക്കണം, കാര്യങ്ങളെല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് അവളും കരയുവാണ് കെട്ടിപ്പിടിച്ച്. ഞങ്ങൾ വർഷങ്ങളായിട്ട് കണ്ടിട്ടില്ല. അവളെ കല്യാണം കഴിച്ചു കൊടുത്ത പിന്നെ ഞാൻ ഇന്ന് കാണുവാണ്. പക്ഷെ അവള് ഈ യമൻ രാജ്യത്തിൻ്റെ കരുണ കൊണ്ടും ദൈവകൃപ കൊണ്ടും അവൾ നന്നായിട്ടിരിക്കുന്നു. അവള് എല്ലാവർക്കും അവിടെ ജയിലിൽ ഒത്തിരി സ്ത്രീകളും കുഞ്ഞു പൈതൽ തുടങ്ങി വയസ്സായ സ്ത്രീകൾ വരെയുണ്ട്. എല്ലാവർക്കും അവളിന്ന് വേണ്ടപ്പെട്ട ഒരു നിമിഷയാണ്. മമ്മിനെ കണ്ടപ്പോൾ തന്നെ അവരെല്ലാവരും വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരുമായിരുന്നു. എന്നെ കൂട്ടിക്കൊണ്ടുപോയി മെയിൻ പോലീസുകാരികളുടെ റൂമിൽ കൊണ്ടുപോയി അവിടെ കിടക്കാനും ഇരിക്കാനും ഒക്കെ സംവിധാനം തരാനും എന്തു വേണം ഭയങ്കര സ്വീകരണമായിരുന്നു. പക്ഷേ അവിടെ ചെന്നിട്ട് അത്രയും സമയം സാറുമാർ പോയി ഭക്ഷണം മേടിച്ചുകൊണ്ട് വന്നു. എങ്കിലും ഞങ്ങൾ രണ്ടുപേരും വർത്തമാനം പറഞ്ഞിട്ട് തന്നെ ഞങ്ങളുടെ വിശപ്പ് മാറി. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിഷ്ണു, വർഷങ്ങളായുള്ള വേദന, നീണ്ടകാലത്തെ നിയമ പോരാട്ടം, അതിനൊടുവിൽ അല്പസമയമെങ്കിലും മകൾക്കൊപ്പം ചെലവഴിക്കാനായതിന്റെ സന്തോഷമുണ്ട് ആ അമ്മയുടെ വാക്കുകളിൽ. ഇനി തുടർ നിയമ നടപടികൾ, ഒപ്പം മറ്റ് കൂടിക്കാഴ്ചകൾ, മോചനത്തിലുള്ള ശ്രമങ്ങൾ എന്തൊക്കെയാണ് ഇനി മുന്നിലുള്ളത്? ഗൂഗിൾ, വലിയ പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ് യമനിലെ സനായിൽ നിന്ന് ഇന്ന് പുറത്തു വന്നത്. രാവിലെ സനാ സമയം 12:00 നിമിഷപ്രിയയുടെ മാതാവ് പ്രേമകുമാരി ജയിലിന് പരിസരത്ത് എത്തിയത്. പിന്നാലെ ജയിലിനകത്ത് പ്രവേശിച്ചു. ഏകദേശം വൈകിട്ട് 5:30 വരെ ജയിലിനുള്ളിൽ അവരുണ്ടായിരുന്നു. ആ സമയത്താണ് 12 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ തന്റെ മകളെ അവർ കണ്ടത്. ഏറെ നേരം സംസാരിച്ചു. അവരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എത്രത്തോളം വികാര നിർഭരമായിരുന്നു ആ നിമിഷങ്ങൾ എന്ന്. അതോടൊപ്പം തന്നെ വലിയ പ്രതീക്ഷ ഇതിനോടകം ഈ നിമിഷപ്രിയ സേഫ് ഫോറത്തിന്റെ ആളുകളും പങ്കുവെക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ നിമിഷപ്രിയ മാതാവിന് കാണാനാകുമോ എന്ന് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് നിലവിൽ സംഭവിച്ചിരിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങളും ഇതുപോലെ പ്രതീക്ഷയ്ക്കൊത്തുയരും എന്നാണ് അവർ പങ്കുവെക്കുന്നത്. ഇനി ഗോത്രത്തലവന്മാരുമായുള്ള ചർച്ചയാണ് അടുത്ത നടപടി. ഇന്ന് സേവ് നിമിഷപ്രിയ ഫോറത്തിന്റെ പ്രത്യേക കമ്മിറ്റി ചേർന്നിരുന്നു. ആ കമ്മിറ്റിയിൽ മാതാവ് ഉൾപ്പെടെ പങ്കെടുക്കുന്ന സാഹചര്യമുണ്ടായി. തുടർ നടപടികൾ ആലോചിക്കുന്നതിന് വേണ്ടിയാണ് കമ്മിറ്റി ചേർന്നത്. ഇനി ഗോത്രത്തലവന്മാരുമായി ചർച്ച നടത്തും. അതിനുശേഷമായിരിക്കും അവരായിരിക്കും കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തോട് സംസാരിക്കുക. യമൻ പൗരന്റെ കുടുംബം നിമിഷയ്ക്ക് മാപ്പ് നൽകാൻ തയ്യാറാണ് എങ്കിൽ നിമിഷയുടെ മോചനം എത്രയും പെട്ടെന്ന് സാധ്യമാകും എന്നാണ് ലഭിക്കുന്ന വിവരം. ഇനിയും കടമ്പകൾ ഏറെയുണ്ട്. പക്ഷേ പ്രതീക്ഷകളും അതുപോലെ തന്നെയുണ്ട്. നേരത്തെ വധശിക്ഷ അല്ലെങ്കിൽ അപ്പീൽ ഉൾപ്പെടെ കോടതി തള്ളിയിരുന്നു. നിമിഷപ്രിയയെ ഇനി കാണാനാകില്ല എന്നെല്ലാം വിധിച്ചിരുന്നു. പക്ഷേ ആ കാര്യങ്ങളെല്ലാം മാറി ഇന്ന് നിമിഷപ്രിയ മാതാവ് കണ്ടിരിക്കുന്നു. അതുകൊണ്ട് അത്രയും ഒരു വലിയ പോസിറ്റീവ് സൈന് മുമ്പിലുണ്ട്. അത് തുടർ നടപടികളിലും അത്തരം പ്രത്യാശ അല്ലെങ്കിൽ പ്രതീക്ഷ അവർ വെച്ച് പുലർത്തുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ ഗോത്രത്തലവന്മാരുമായുള്ള ചർച്ച ആരംഭിക്കും. നിമിഷപ്രിയക്കൊപ്പം അവിടെ നിമിഷപ്രിയ സേഫ് ഫോറത്തിന്റെ അംഗമായ സാമുൽ ജെറോം ഉണ്ട്. അദ്ദേഹമാണ് ഈ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത്. ഇന്ത്യയിലാണെങ്കിൽ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനുണ്ട്. അദ്ദേഹമാണ് കേസിന്റെ നടപടികളെല്ലാം നോക്കുന്നത്. അങ്ങനെ ഒരു വലിയ പിന്തുണ പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്നാകെ നിമിഷപ്രിയക്കും ആ കുടുംബത്തിനും മാതാവിനും ലഭിക്കുന്നുണ്ട്. ഏകദേശം 12 വർഷത്തോളമായി മാതാവ് കണ്ടിട്ട് 7 വർഷമായി നിയമ പോരാട്ടം ആരംഭിച്ചിട്ട് അതിന്റെ ആദ്യപടി വിജയം കണ്ടിരിക്കുന്നു എന്ന് ഈ കൂടിക്കാഴ്ച നമുക്ക് വിലയിരുത്താം. ഇനി ബാക്കിയുള്ള പ്രൊസീജിയറുകൾ എല്ലാം അതിന്റെ മുറക്ക് നടക്കും. പ്രതീക്ഷ ഇതുവരെ കൈവിട്ടിട്ടില്ല. വിദേശ പ്രമുഖ മലയാളികളും അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകളും എല്ലാം ഈ യമൻ ഗോത്രത്തലവന്മാരുമായുള്ള ചർച്ചയിൽ സഹായിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷമായിരിക്കും യമൻ പൗരന്റെ കുടുംബത്തെ അവരെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ചർച്ച നടക്കുക. എന്തായാലും ഇന്ന് അവർ മകളെ കണ്ടു, ഏറെ നേരം സംസാരിച്ചു. അവരെ എല്ലാവർക്കും അവിടെ വലിയ കാര്യമാണ്. കാരണം നിമിഷപ്രിയ ഒരു നഴ്സാണ്. ആ ജയിലിലുള്ള അന്തേവാസികളെ എല്ലാവരും തന്നെ നോക്കുന്ന അല്ലെങ്കിൽ പരിചരിക്കുന്ന ഒരു ജോലി കൂടി അവിടെ അവർ ചെയ്യുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം അഭിഭാഷകൻ പറഞ്ഞിരുന്നു. അപ്പൊ അതൊരു ആനുകൂല്യമായ ഒരു പക്ഷേ പിന്നീട് മാറാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം പരിചരണങ്ങൾ നടത്തുന്ന ഒരാളെ പുറത്തേക്ക് വിടാം, അങ്ങനെ ഒരു സാധ്യത കൂടി കഴിഞ്ഞ ദിവസം അഭിഭാഷകൻ പറഞ്ഞിരുന്നു. അങ്ങനെ എല്ലാ സാഹചര്യങ്ങളും ഒത്തുവന്നാൽ നേരത്തെ
നേരത്തെ അബ്ദുൾ റഹീമിനെ നമ്മൾ തിരികെ കൊണ്ടുവന്നപോലെ നിമിഷപ്രിയയെ നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുവരാൻ ആകും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഗൂഗിൾ. ശരി വിഷ്ണു, ഏതായാലും വലിയൊരു ദൗത്യത്തിലെ ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു ചുവടുവെപ്പ് അല്ലെങ്കിൽ നിമിഷങ്ങളാണ് ഇന്നുണ്ടായത്. 12 വർഷത്തിന് ശേഷം പ്രേമകുമാരി മകൾ നിമിഷപ്രിയയെ നേരിട്ട് കണ്ടു. അവർ തമ്മിൽ അല്പം അധിക സമയം ചെലവഴിക്കാൻ ഇന്നത്തെ ദിവസം അതാണ്ട് പകൽ സമയം അവിടെ കുറേ നേരം ഒപ്പം മകൾക്കൊപ്പം ചെലവഴിക്കാൻ കഴിഞ്ഞു. മോചനത്തിലേക്കുള്ള വഴിയിൽ ഒരു മുതൽക്കൂട്ടാകും ഈ അവിടുത്തെ നിമിഷപ്രിയയോടുള്ള സമീപനം അല്ലെങ്കിൽ നിമിഷപ്രിയയുടെ ജയിലിലെ ഇടപെടൽ ഒക്കെ മോചനത്തിലേക്ക് തുണയ്ക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് പ്രേമകുമാരി പങ്കുവെക്കുന്നത്. ഏതായാലും ഇനി വരും ദിവസങ്ങളിലായിരിക്കും അത് സംബന്ധിച്ച ഗോത്രതലവന്മാരുമായുള്ള യമനിലെ ആളുകളുമായുള്ള ചർച്ചകൾ നടത്തുക. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പ്രൈം ഡേ ന്യൂസിലേക്ക് വീണ്ടും. സംസ്ഥാനത്ത് 1.5 മാസത്തിലേറെ നീണ്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൊട്ടിക്കലാശത്തോടെ തിരശീല വീണു. ഓരോ മണ്ഡലത്തിലും ശക്തമായ പോരാട്ടം എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു മുന്നണികളുടെ ശക്തി പ്രകടനം. ഇനി നിശബ്ദ പ്രചാരണമാണ്. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പരമാവധി വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. ആരോപണ പ്രത്യാരോപണങ്ങൾക്കും വാഗ്വാദങ്ങൾക്കും അവകാശവാദങ്ങൾക്കുമെല്ലാം തൽക്കാലം വിരാമം. ഇനി ജനം വിലയിരുത്തും. കത്തിക്കാളിയ വേനൽ ചൂടിലും ഊർജം ചോരാതിരുന്ന പ്രചാരണത്തിന് ആവേശക്കൊടുമുടിയിൽ പരിസമാപ്തി. ജില്ലാ ആസ്ഥാനങ്ങളിലും മറ്റ് പ്രധാന കേന്ദ്രങ്ങളിലും പ്രചരണ കൊടിയിറക്കം. സ്ഥാനാർത്ഥികളും പ്രവർത്തകരും സംഗമിച്ചതോടെ അന്തരീക്ഷം മാറി. പാട്ടും മുദ്രാവാക്യങ്ങളും താളമേളങ്ങളും മുഴങ്ങി. വർണ്ണക്കടലാസുകളും വർണ്ണ ബലൂണുകളും കാറ്റിൽ പാറി. വാനിൽ കൊടികൾ ഉയർന്നു. കരുത്തുകാട്ടാൻ മുന്നണികൾ മത്സരിച്ചു. മൈക്ക് അനൗൺസ്മെന്റും കുടുംബ പൊതുയോഗങ്ങളും റോഡ് ഷോകളുമായി ദിവസങ്ങൾ പിന്നിട്ട പ്രചാരണത്തിന് ഒടുവിൽ ആവേശോജ്വലമായ കൊടിയിറക്കം. ദേശീയ പ്രാദേശിക വിഷയങ്ങൾ ചർച്ചയായ നിർണായക തിരഞ്ഞെടുപ്പിൽ 20-20 സീറ്റും അവകാശപ്പെടുകയാണ് UDFും LDFും. അക്കൗണ്ട് തുറക്കുമെന്ന പ്രതീക്ഷയിൽ BJPയും. നിശബ്ദ പ്രചരണത്തിലേക്ക് കടക്കുമ്പോൾ അടിയൊഴുക്കുകൾ അനുകൂലമാക്കാനുള്ള തത്രപ്പാടിലാണ് സ്ഥാനാർത്ഥികൾ. മഴയായി പെയ്തിറങ്ങിയ കലാശപ്പൂരം കൊണ്ടും കൊടുത്തും മുന്നണികൾ കലാശക്കൊട്ട് ആവേശഭരിതമാക്കി. നാളെ നിശബ്ദ പ്രചാരണം, മറ്റന്നാൾ വിധിയെഴുത്ത്. ജനഹിതമെന്തെന്നറിയാൻ ജൂൺ 4 വരെ കാത്തിരിക്കണം. അഭിലാഷ് സുൽവൻകോടിനൊപ്പം അലക്സ് റാം മുഹമ്മദ്, ടീം 24, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് പ്രചാരണ കൊട്ടിക്കലാശത്തിനിടെ പലയിടത്തും സംഘർഷം. കൊല്ലം കരുനാഗപ്പള്ളിയിൽ കല്ലേറിൽ CR മഹേഷ് MLAയ്ക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റു. നെയ്യാറ്റിൻകരയിൽ KSRTC ബസ്സിന് കേടുപാടുണ്ടായി. മലപ്പുറം കുന്നുമ്മലിൽ പോലീസ് ലാത്തിവീശി. കരുനാഗപ്പള്ളിയിൽ CPIM കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലാണ് സംഘർഷമുണ്ടായത്. കല്ലേറിൽ CR മഹേഷ് MLA, CPIM സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടി, കരുനാഗപ്പള്ളി ACP പ്രദീപ് കുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഹാഷിം തുടങ്ങിയവർക്ക് പരിക്കേറ്റു. വലിയ തോതിൽ സംഘടിച്ച് ആക്രമിക്കുകയായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനീ ആക്രമിക്കാൻ വന്ന പ്രവർത്തകരെ, പ്രകോപനപരമായി വന്ന പ്രവർത്തകരെ ശാന്തരാക്കാൻ ഇടപെട്ട സമയത്താണ് പാറക്കല്ല് ഉപയോഗിച്ചുകൊണ്ട് നെഞ്ചത്ത് ഏറ് കിട്ടിയത്, നെഞ്ചത്ത് എറിഞ്ഞത്. പോലീസിന്റെ കണ്ണീർവാതക പ്രയോഗത്തിൽ കുട്ടികൾക്കുൾപ്പെടെ ദേഹാസ്വാസ്ഥ്യമുണ്ടായി. പത്തനാപുരത്ത് ഉച്ചഭാഷിണി നിർത്തുന്നതുമായി ബന്ധപ്പെട്ട തർക്കവും കയ്യാങ്കളിയിലേക്ക് നീണ്ടു. നെയ്യാറ്റിൻകരയിൽ UDF പ്രവർത്തകരും പോലീസും ഏറ്റുമുട്ടി. സംഘർഷത്തിനിടെ KSRTC ബസ്സിന് കേടുപാടുണ്ടായി. കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. പാറശാലയിൽ LDF BJP പ്രവർത്തകർ നേർക്കുനേർ വന്നത് സംഘർഷത്തിന് ഇടയാക്കി. തിരുവനന്തപുരം കാരേറ്റ് ജംഗ്ഷനിൽ CPIM പ്രവർത്തകർ ശശി തരൂരിന്റെ പ്രചാരണ വാഹനത്തിന്റെ ചില്ല് അടിച്ചു തകർത്തെന്നും പ്രവർത്തകരെ മർദ്ദിച്ചെന്നും കോൺഗ്രസ് ആരോപിച്ചു. മാവേലിക്കരയിലും കയ്യാങ്കളിയുണ്ടായി.
മലപ്പുറം കുന്നുമ്മലിൽ UDF പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. റൗണ്ടാരയ്ക്ക് മുകളിൽ കയറിയ പ്രവർത്തകരെ താഴെയിറക്കാൻ പോലീസ് ബുദ്ധിമുട്ടി. കൽപ്പറ്റയിൽ UDFന് പിന്തുണയുമായി എത്തിയ DMK പ്രവർത്തകരും LDF പ്രവർത്തകരും ഏറ്റുമുട്ടി. കോഴിക്കോട് ചാത്തോത്ത് താഴെ കലാശക്കൊട്ടിനിടെയുണ്ടായ സംഘർഷത്തിൽ 100ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഇടുക്കിയിലും പെരുമ്പാവൂരിലും പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പരാജയ ഭീതി ബാധിച്ച CPIM വോട്ടെടുപ്പിനു മുൻപേ അക്രമം തുടങ്ങിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് 24. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സംസ്ഥാനത്ത് ഒരുക്കങ്ങൾ പൂർത്തിയായി. സുരക്ഷ ഉറപ്പാക്കാൻ 42,000-ലേറെ പോലീസുകാരെ വിന്യസിക്കും. വിവിധ ജില്ലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. മറ്റന്നാളാണ് വോട്ടെടുപ്പ്. വെള്ളിയാഴ്ച രാവിലെ 7 മണി മുതൽ 6 വരെയാണ് പോളിംഗ്. 25,231 ബൂത്തുകളിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ 24നോട് പറഞ്ഞു. പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തും. എല്ലാ ബൂത്തിലെ വെബ് ക്യാം ഉണ്ട്. അഗൈൻ ഫസ്റ്റ് ടൈം നമ്മുടെ ഔട്ട് ഓഫ് 25,000 നോട്ട് പോളിംഗ് ബൂത്ത്സ് 22,000 ബൂത്ത്സിൽ വെബ് ക്യാം കവറേജ് ഉണ്ട്. നമ്പർ 2 സെൻട്രൽ പാരാമിലിറ്ററി ഫോഴ്സസിൻ്റെ ടീം അവിടെ കാണും. മൂന്നാമത്തെ we have micro observers entirely കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അവർക്ക് അവരുടെ ടീംസ് അവിടെ കാണും. വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 41,976 പോലീസുകാരെ വിന്യസിച്ചു. വിവിധ കേന്ദ്രസേനകളിൽ നിന്ന് 4,446 പേരും തമിഴ്നാട് പോലീസിൽ നിന്ന് 1,500 പേരും സുരക്ഷാ ചുമതലയിലുണ്ട്. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിവരെ മദ്യശാലകൾ അടച്ചിടും. കേരളത്തിലെ 8 മണ്ഡലങ്ങളിൽ സമ്പൂർണ്ണ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ അറിയിച്ചിരുന്നു. 24 തിരുവനന്തപുരം. വയനാട് സുൽത്താൻ ബത്തേരിയിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ തയ്യാറാക്കിയതെന്ന് സംശയിക്കുന്ന ഭക്ഷ്യക്കിറ്റുകൾ പിടികൂടി. 1,500 കിറ്റുകളാണ് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അവശ്യ സാധനങ്ങൾക്കൊപ്പം വെറ്റിലയും ചുണ്ണാമ്പും അടക്കമുള്ളവ കിറ്റിലുണ്ട്. ബത്തേരിയിലെ മൊത്ത വിതരണ സ്ഥാപനത്തിന് മുന്നിൽ നിന്നാണ് ഇവ പിടിച്ചെടുത്തത്. ആദിവാസി കോളനികളിൽ വിതരണം ചെയ്യാൻ BJP തയ്യാറാക്കിയതാണ് കിറ്റുകളെന്നാണ് ആരോപണം. 800 കിറ്റുകൾ നേരത്തെ വിതരണത്തിന് പോയതായും ആരോപണമുണ്ട്. എവിടെ നൽകാനുള്ളതാണെന്ന് അറിയില്ല എന്നാണ് കിറ്റുകൾ കയറ്റിയ ലോറിയുടെ ഡ്രൈവർ മൊഴി നൽകിയത്. 13 സംസ്ഥാനങ്ങളിലായി 88 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് മറ്റന്നാൾ ജനം വിധി എഴുതുക. 1-ാം ഘട്ടത്തിൽ പോളിംഗ് ശതമാനം കുറഞ്ഞതോടെ പ്രചാരണ തന്ത്രം മാറ്റിയാണ് മുന്നണികൾ 2-ാം ഘട്ടത്തിൽ ഒരുങ്ങിയത്. കഴിഞ്ഞ തവണ BJPക്ക് മേൽക്കൈ ലഭിച്ച മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് ഇന്ത്യ മുന്നണി. 2019 സഖ്യകക്ഷികൾ നേടിയ 2 സീറ്റ് ഉൾപ്പെടെ 88-ൽ 64 മണ്ഡലങ്ങളിലും BJPക്കായിരുന്നു വിജയം. 18 സീറ്റുകളാണ് കോൺഗ്രസ് നേടിയത്. ഇത്തവണ കേരളമൊഴിച്ചാൽ 2-ാം ഘട്ടത്തിലെ പ്രധാന പോരാട്ടം കർണാടകയിലാണ്. മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കുന്ന 14 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ 13ഉം BJPക്കൊപ്പമായിരുന്നു. മോദി ഗ്യാരണ്ടി പ്രചാരണത്തിലൂടെ വിജയം ആവർത്തിക്കാനാകുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിച്ച 2023-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ മിന്നും വിജയം കർണാടകയിൽ കോൺഗ്രസിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. UPയിൽ 8 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. RLD പിന്തുണ, രാമക്ഷേത്ര പ്രചാരണം എന്നിവ എല്ലാ മണ്ഡലങ്ങളിലും തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് BJP കണക്കുകൂട്ടുന്നു. കർഷക സമരമാണ് ഉത്തർപ്രദേശിൽ ഇന്ത്യ സഖ്യത്തിന് പ്രതീക്ഷ നൽകുന്ന ഘടകം. രാജസ്ഥാനിലെ 13 സീറ്റുകളിൽ 12ലും BJP കോൺഗ്രസ് നേർക്കുനേർ പോരാട്ടമാണ്. BJP ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന മധ്യപ്രദേശിൽ 7ഉം മഹാരാഷ്ട്രയിൽ 8 മണ്ഡലങ്ങളിലും 2-ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കും. അസമിലും ബീഹാറിലും 5 വീതം സീറ്റുകളിലാണ് 26-ന് വോട്ടെടുപ്പ് നടക്കുക. ഛത്തീസ്ഗഡ്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 3 വീതം മണ്ഡലങ്ങളിലും മറ്റന്നാൾ ജനവിധി എഴുതും. രാജസ്ഥാനിലെയും കേരളത്തിലെയും വോട്ടെടുപ്പ് 2-ാം ഘട്ടത്തോടെ പൂർണ്ണമാകും. കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ ചൊല്ലിയുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വർഗീയ പരാമർശമാണ് വോട്ടെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിലും ചർച്ചയാവുന്നത്. ആദ്യഘട്ടത്തിൽ പോളിംഗ് കുറഞ്ഞതോടെ ആശങ്കയിലായ BJP വർഗീയ കാർഡ് ഇറക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് വലിയ പ്രചാരണവും നടത്തി. മോദിയുടെ പ്രസംഗവും അതേ തുടർന്നുള്ള രാഷ്ട്രീയ വിവാദങ്ങളും 2-ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചേക്കാം. ബംഗളൂരുവിൽ നിന്ന് അരുൺ പൂപ്പറമ്പ, 24. ഇന്ത്യ മുന്നണിക്ക് ശക്തി പകരണമെന്ന് കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജ് സർക്കുലർ. CICക്ക് കീഴിലുള്ള കോളേജുകളിലെ പ്രിൻസിപ്പൽമാർക്കാണ് നിർദ്ദേശം. മതവിരുദ്ധ നിലപാടുകൾ പ്രോത്സാഹിപ്പിക്കാത്ത പാർട്ടിക്ക്
വോട്ട് നൽകാൻ വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കണമെന്ന് സർക്കുലറിൽ പറയുന്നു. ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് മലപ്പുറത്തുനിന്ന്. ഷഹദ്, വിശദാംശങ്ങൾ. ഗൂഗിൾ അല്പസമയം മുൻപാണ് ഇത്തരത്തിലൊരു സർക്കുലർ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതായത് മതവിരുദ്ധ നിലപാടുകൾ പ്രോത്സാഹിപ്പിക്കാത്ത പാർട്ടികൾക്ക് വോട്ട് ചെയ്യണമെന്ന നിർദ്ദേശമാണ് CIC ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കണമെന്ന പ്രിൻസിപ്പൽമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് CICക്ക് കീഴിലുള്ള മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ഉള്ള സർക്കുലറാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നത്. ഈ സർക്കുലറാണ് വ്യാപകമായിട്ട് ഇത്തരത്തിൽ CICക്ക് കീഴിലുള്ള സ്ഥാപനങ്ങളിലേക്ക് നൽകിയിട്ടുമുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കണമെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇന്ത്യ മുന്നണിക്ക് ശക്തി പകരുമെന്നും സർക്കുലർ പറയുന്നു. CICക്ക് കീഴിലുള്ള സ്ഥാപനങ്ങൾക്കാണ് സർക്കുലർ നൽകിയിട്ടുള്ളത്. പ്രധാനമായിട്ടും നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഒരു ആകെ ഉള്ളടക്കം എന്ന് പറയുന്നത് കോൺഗ്രസ്, അതായത് ഈ ഇന്ത്യ മുന്നണിക്ക് ശക്തി പകരണമെന്ന് പറയുമ്പോഴും ഒപ്പം തന്നെ CICയുടെ മുൻ നിലപാടുകളും ഒക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യണം എന്ന് പറയുകയാണ് CIC എന്നുള്ളതാണ്. എന്നാൽ അതേ സമയത്ത് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യരുത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിക്കണം എന്നതാണ് ചുരുക്കി പറഞ്ഞാൽ CICയുടെ ഈ സർക്കുലർ വ്യക്തമാക്കുന്നത്. ശരി, ഷഹദ് റഹ്മാനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. മാസപ്പടി കേസിൽ മകൾ വീണ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തന്നെ കേന്ദ്ര ഏജൻസികൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന രാഹുൽ ഗാന്ധിയുടെ ചോദ്യം വിടുവായത്തം. രാഹുലിനെ അല്ല, കോൺഗ്രസ് നിലപാടുകളെയാണ് ചോദ്യം ചെയ്തത്. നരേന്ദ്രമോദിയുടെ വർഗീയത പാരമ്യത്തിലെത്തിയെന്നും 24 അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ മുഖ്യമന്ത്രി ആരോപിച്ചു. 24 എക്സ്ക്ലൂസീവ്. 24 അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ വിവിധ രാഷ്ട്രീയ വിഷയങ്ങളിലും ആരോപണങ്ങളിലും മുഖ്യമന്ത്രിയുടെ മറുപടി. മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിനെതിരായ മാസപ്പടി കേസ് പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമമെന്ന് മുഖ്യമന്ത്രി. അവളൊരു കമ്പനി നടത്തി, എത്ര ആളുകൾ കമ്പനി നടത്തുന്നു? ഇതെന്താ ഒരു കുട്ടി ആദ്യമായിട്ട് കമ്പനി നടത്തുകയാണോ കേരളത്തിലും ഇന്ത്യയിലും? ഒരു പേരൊക്കെ ഇട്ടിട്ട് ഒരു പുകമറ സൃഷ്ടിക്കാം. പക്ഷേ അന്വേഷണ ഏജൻസികൾ കൃത്യമായി അന്വേഷിച്ചാൽ അതിനകത്ത് എന്തെങ്കിലും കണ്ടെത്താൻ പറ്റുമോ? രാഹുൽ ഗാന്ധിക്കെതിരെ വീണ്ടും വിമർശനം. ഏത് കേസിന്റെ അടിസ്ഥാനത്തിലാണ് തന്നെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെടുന്നതെന്ന് ചോദ്യം. കേന്ദ്ര ഏജൻസികളുടെ കാര്യത്തിൽ കോൺഗ്രസിന് ഇരട്ടത്താപ്പ്. എന്തൊരു വിടുവായത്വമാണത്? അത് തന്നെയല്ലേ എനിക്ക് ചോദിക്കാനുള്ളത്. രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ ഒരു ദേശീയ നേതാവാണല്ലോ. എന്തടിസ്ഥാനത്തിലാണ് എന്നെ അറസ്റ്റ് ചെയ്യേണ്ടത്? എന്ത് കേസിൻ്റെ ഭാഗമായിട്ടാണ്? എന്താണ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച കാര്യം? വസ്തുതാപരമായിരിക്കണ്ടേ ചോദ്യം? മുസ്ലിം ലീഗ് സമസ്തയോട് സഹിഷ്ണുത കാണിക്കുന്നില്ല. പുറമേ നിന്ന് നോക്കുന്ന ഒരു ആളെന്ന നിലക്ക് എനിക്ക് തോന്നുന്നത് ലീഗ് പലപ്പോഴും ഒരു സഹിഷ്ണുതയോടെ എല്ലാ കാര്യങ്ങൾ നീക്കിയിട്ടുള്ളത്. നേരത്തെയുള്ള അവരുടെ നേതാക്കളും ഈ സമസ്തയുമായിട്ടൊക്കെയുള്ള ബന്ധം വളരെ സുദൃഢമായതായിരുന്നു. കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന മുസ്ലിം ലീഗിന്റെ അവസ്ഥ പരിതാപകരം. കോൺഗ്രസ് ലീഗിനെ അപമാനിക്കുകയാണ്. അക്കൗണ്ടുകൾ മരവിപ്പിച്ച് ക്രൈസ്തവ സഭകളെ കൂടെ കൂട്ടാൻ BJP ശ്രമിക്കുന്നതായും തിരുവനന്തപുരം ലത്തീൻ രൂപതയുടെ കാര്യം പരാമർശിച്ച് മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിവാദ പ്രസ്താവന മുസ്ലിം ജനവിഭാഗത്തെ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്നും വിമർശനം. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ലെന്നും LDF മികച്ച വിജയം നേടുമെന്നും മുഖ്യമന്ത്രി അവകാശപ്പെട്ടു. 24 കണ്ണൂർ. വീണ്ടും പ്രൈം ടൈം ന്യൂസിലേക്ക്. ഇനി കൂടുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Laza Premium Gold, the universe's finest ice cream. In association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് ഇന്ത്യ UAE. MGM Group of Institutions. രാജസ്ഥാനിലെ വിദ്വേഷ പരാമർശം ഛത്തീസ്ഗഡിലും ആവർത്തിച്ചു പ്രധാനമന്ത്രി. കോൺഗ്രസ് സ്വത്തുക്കൾ കവർന്നെടുത്ത് ആർക്ക് കൊടുക്കുമെന്ന് മനസ്സിലായില്ലേ എന്ന ചോദ്യത്തോടെയായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രസംഗം. വ്യാപക പരാതി ഉയർന്നിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ല. കേന്ദ്രമന്ത്രിയും ലോക്സഭാ സ്ഥാനാർത്ഥിയുമായ നിതിൻ ഗഡ്കരിക്ക് പ്രചാരണത്തിനിടെ ദേഹാസ്വസ്ഥ്യമുണ്ടായി. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് വീണ്ടും ലോക്സഭയിലേക്ക് മത്സരിക്കും. രാജസ്ഥാനിലെ ബെൻസ്വാഡയിലെ വിവാദ പരാമർശങ്ങൾക്കെതിരെ പ്രതിഷേധം ഇരമ്പുമ്പോഴും ഓരോ വേദികളിലും അതുതന്നെ ആവർത്തിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.
മുസ്ലിം എന്ന് നേരിട്ട് പറയാതെയാണ് കോൺഗ്രസ് പ്രകടന പത്രികയിലെ സാമൂഹിക സാമ്പത്തിക സർവേ പ്രഖ്യാപനത്തെ നരേന്ദ്രമോദി വിമർശിക്കുന്നത്. और जब उनका मैनिफेस्टो आया उसी दिन मैंने कह दिया था, आज नहीं कह रहा हूं, उसी दिन कहा था कि कांग्रेस का मैनिफेस्टो पर मुस्लिम लीग की छाप है. മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം നടപ്പാക്കി വോട്ട് ബാങ്കിനെ സന്തോഷിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് നരേന്ദ്രമോദി. ആദിവാസി ദളിത് വിഭാഗങ്ങളുടെ സംവരണം കവരാനും അനന്തരാവകാശ നികുതി ഏർപ്പെടുത്താനും കോൺഗ്രസിന് പദ്ധതിയുണ്ടെന്ന ആരോപണം. कांग्रेस जिसने ओबीसी से उनका हक छीन लिया है, कांग्रेस ने सामाजिक न्याय की हत्या की है, कांग्रेस ने संविधान की भावना को ठोकर पहुंचाई है. ആരോപണങ്ങൾ നിഷേധിച്ച കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് 2014 ഒന്നാം മോദി സർക്കാരിലെ ധനകാര്യ സഹമന്ത്രി ജയന്ത് സിൻഹയാണ് അതിന് ശ്രമിച്ചതെന്ന് തിരിച്ചടിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് ദേഹാസ്വസ്ഥ്യമുണ്ടായി. തലചുറ്റി വീഴാൻ തുടങ്ങിയ ഗഡ്കരിയെ ഒപ്പമുണ്ടായിരുന്നവർ താങ്ങിപ്പിടിച്ചു. മഹാരാഷ്ട്രയിലെ യവത്മാളിൽ പ്രസംഗിക്കുന്നതിനിടെയാണ് സംഭവം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനൌജ് സീറ്റിൽ നിന്ന് അഖിലേഷ് യാദവ് വീണ്ടും മത്സരിക്കുമെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് രാംഗോപാൽ യാദവ് അറിയിച്ചു. 24 ഡൽഹി. ജാതി സെൻസസ് തന്റെ ജീവിത ലക്ഷ്യമെന്ന് രാഹുൽ ഗാന്ധി. ഇന്ത്യ സഖ്യം സർക്കാർ ഉണ്ടാക്കിയാൽ ആദ്യ പരിഗണന ജാതി സെൻസസിന് നൽകും. കോൺഗ്രസിന്റെ വിപ്ലവ തീരുമാനങ്ങളിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ജാതി സെൻസസ് എന്നും രാഹുൽ ഗാന്ധി. ये मेरे लिए अब राजनीतिक मुद्दा नहीं है, ये आप बात समझ लीजिए. ये अब मेरा लाइफ का मिशन है. കോൺഗ്രസ് പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കുന്ന ജാതി സെൻസസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള BJP നേതാക്കൾ വിവാദമാക്കിയ പശ്ചാത്തലത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ വിശദീകരണം. 22 അതിസമ്പന്നർക്ക് പ്രധാനമന്ത്രി നൽകിയ പണത്തിലെ ചെറിയൊരു പങ്ക് 90% ആളുകൾക്ക് വീതിച്ചു നൽകുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. ये 90% का पैसा है. अब मैं कह रहा हूं कि भैया अगर 90% का पैसा है तो 1-2 लाउडस्पीकर तो पकड़ा दो. 90% आबादी के पास 650 में से 100, और वो भी छोटे छोटे. രാമക്ഷേത്ര പ്രതിഷ്ഠ, പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം എന്നീ ചടങ്ങുകളിൽ ദളിത് ആദിവാസി വിഭാഗത്തിൽ നിന്ന് ആരെയും കണ്ടില്ല എന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു. കോൺഗ്രസ് പ്രകടന പത്രിക ചർച്ച ചെയ്യാൻ ഡൽഹിയിൽ സംഘടിപ്പിച്ച സാമാജിക് ന്യായ് സമ്മേളനത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. സ്വാതന്ത്ര്യം, ഭരണഘടന, ധവള വിപ്ലവം തുടങ്ങി കോൺഗ്രസിന്റെ വിപ്ലവ തീരുമാനങ്ങളിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ജാതി സെൻസസ് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. 24 ഡൽഹി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിവാദ പ്രസംഗത്തിനെതിരെ CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് ഡൽഹി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. നേരത്തെ മന്ദിർമാർഗ് പോലീസ് സ്റ്റേഷനിൽ താൻ നൽകിയ പരാതി സ്വീകരിക്കാത്തത് തെറ്റാണെന്ന് കമ്മീഷണർ സമ്മതിച്ചതായി ബൃന്ദ കാരാട്ട് പറഞ്ഞു. വിദ്വേഷ പ്രസംഗത്തിൽ പരാതിയില്ലെങ്കിലും കേസെടുക്കണമെന്ന സുപ്രീംകോടതി വിധിയും ബൃന്ദ കാരാട്ട് ചൂണ്ടിക്കാട്ടി. We have met the Delhi Police Commissioner, Shri Sanjay Arora. My colleague Pushpinder Singh Grewal and myself had given a written complaint asking for an FIR to be registered against the hate speech made by the Prime Minister Narendra Modi on April 21st. The Thana did not respond at all, in fact did not even accept the complaint. So because of that, today we had to meet the Police Commissioner. The Police Commissioner has said that and agreed that it was wrong of the Thana not to accept the complaint, and he has said that he will take legal opinion about the case. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന് വീണ്ടും നോട്ടീസ് നൽകി ED. തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിൽ ഹാജരാകാനാണ് നിർദ്ദേശം. ഇന്ന് ഹാജരാകണമെന്ന് നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും MM വർഗീസ് എത്തിയില്ല. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഹാജരാകാൻ സാധിക്കില്ലെന്ന് MM വർഗീസ് EDക്ക് കത്ത് നൽകിയിരുന്നു. ഈ ആഴ്ച 3ാം തവണയാണ് ED MM വർഗീസിന് നോട്ടീസ് നൽകുന്നത്. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനവുമായി വയനാട്ടിൽ മാവോയിസ്റ്റ് സംഘം. ജനങ്ങൾ എതിർപ്പറിയിച്ചതോടെ മാവോയിസ്റ്റുകൾ വനമേഖലയിലേക്ക് പിൻവാങ്ങി. തലപ്പുഴ കമ്പമലയിലെത്തിയ 4-അംഗ സംഘത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. മാവോയിസ്റ്റ് സാന്നിധ്യത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചു. ഇന്ന് രാവിലെ 6:15 തോക്കുധാരികളായ 4-അംഗ മാവോയിസ്റ്റുകൾ കമ്പമലയിലെത്തിയത്. പാടുകൾക്ക് സമീപം നിന്ന് മുദ്രാവാക്യം വിളിച്ചു. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തു. എന്നാൽ ആളുകൾ എതിർപ്പറിയിച്ചതോടെ സംഘം വനത്തിനകത്തേക്ക് പിൻവാങ്ങി. 4 ആൾ യൂണിഫോം ഉണ്ടായിരുന്നു, തോക്കുണ്ടായിരുന്നു. അവര് വോട്ട് ചെയ്യാൻ പാടില്ല, പിന്നെ അവിടുത്തെ ഹോസ്പിറ്റൽസ് ശരിയാക്കിയില്ല, അതൊക്കെ ശരിയാക്കണം എന്ന് പറഞ്ഞാണ് അവർ പറഞ്ഞത്. മാവോയിസ്റ്റ് കബനിദളം കമാൻഡർ CP മൊയ്തീൻ, സോമൻ, സന്തോഷ്, ആഷിഖ് എന്ന മനോജ് എന്നിവരാണ് എത്തിയതെന്ന്
ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി. CP മൊയ്തീൻ മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയാണ്. സോമൻ വയനാട് സ്വദേശിയും ആഷിഖ് എന്ന മനോജ് തൃശൂർ വിയൂർ സ്വദേശിയുമാണെന്ന് പോലീസ് വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് വിദ്യാർത്ഥിയായിരിക്കെയാണ് മനോജ് ഈ സംഘത്തിന്റെ ഭാഗമായത്. നേരത്തെ കമ്പമലയിലെ വനവികസന കോർപ്പറേഷൻ ഓഫീസ് മാവോയിസ്റ്റുകൾ അടിച്ചു തകർത്തിരുന്നു. ഇതിനുശേഷം വലിയ എതിർപ്പാണ് മാവോയിസ്റ്റുകൾക്കെതിരെ ഈ പ്രദേശത്തു നിന്ന് ഉയർന്നത്. 6 ഏറ്റുമുട്ടലിന് ശേഷം നിർജ്ജീവമായിരുന്ന മാവോയിസ്റ്റുകൾ വീണ്ടും എത്തിയതോടെ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ സുരക്ഷ പോലീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 24 വയനാട്. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിലും കനത്ത ചൂട് തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പാലക്കാട് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി. ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയ വേനൽ മഴയ്ക്കും സാധ്യതയുണ്ട്. ചുട്ടുപൊള്ളുന്ന പാലക്കാട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളിയാഴ്ച വരെ ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തിയതിന്റെയും അടുത്ത ദിവസങ്ങളിലും 41 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്ന പ്രവചനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. സൂര്യാഘാതവും സൂര്യതപവും ഏൽക്കാൻ സാധ്യത കൂടുതലായതിനാൽ പൊതുജനങ്ങളും ഭരണേതര സംവിധാനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. പാലക്കാട് ഉൾപ്പെടെ 12 ജില്ലകളിൽ ഞായറാഴ്ച വരെ ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പാലക്കാട് ഉയർന്ന താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ പത്തനംതിട്ട എറണാകുളം കോട്ടയം കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടുമെന്നാണ് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് വേനൽ മഴയും തുടരും. ഉച്ചയ്ക്ക് ശേഷം മലയോര മേഖലകളിൽ ഇടിമിന്നലും കാറ്റോടും കൂടിയ വേനൽ മഴ ലഭിക്കാനാണ് സാധ്യത. പൊതുജനങ്ങൾ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. കേരള തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. 24 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയന്ത്രിക്കാനോ അതിന്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടാനോ കഴിയില്ലെന്ന് സുപ്രീം കോടതി. തെരഞ്ഞെടുപ്പിൽ മുഴുവൻ VVPAT സ്ലിപ്പുകളും എണ്ണണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിച്ചപ്പോഴാണ് കോടതിയുടെ പരാമർശം. കോടതിയുടെ ചോദ്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകി. സുപ്രീം കോടതി ഹർജി വിധി പറയാൻ മാറ്റി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വോട്ട് രേഖപ്പെടുത്തിയത് കൃത്യമാണോ എന്നുറപ്പിക്കാൻ സമ്മതിദായകരെ സഹായിക്കുന്നതാണ് VVPAT സ്ലിപ്പുകൾ. തെരഞ്ഞെടുപ്പിൽ മുഴുവൻ VVPAT സ്ലിപ്പുകളും എണ്ണണമെന്ന ഹർജി പരിഗണിച്ച സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സാങ്കേതിക വശങ്ങളെക്കുറിച്ച് വിശദീകരണം ചോദിച്ചു. ബാലറ്റ് യൂണിറ്റുകൾ, VVPAT, ചിപ്പ് എന്നിങ്ങനെ 3 യൂണിറ്റുകളാണ് വോട്ടിംഗ് യന്ത്രത്തിലുള്ളത്. ഓരോന്നിനും സുരക്ഷിതമായി സ്ഥാപിച്ച പ്രത്യേക മൈക്രോ കൺട്രോളറുകളുണ്ട്. എല്ലാ മൈക്രോ കൺട്രോളറുകളും ഒറ്റത്തവണ മാത്രം പ്രോഗ്രാം ചെയ്യാവുന്നവയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഭാരത് ഇലക്ട്രോണിക്സുമാണ് ചിഹ്നം ലോഡ് ചെയ്യുന്നത്. എല്ലാ മെഷീനുകളും 45 ദിവസത്തേക്ക് സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കും. പരാതികളുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ അറിയിച്ചു. ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ സോഴ്സ് കോഡ് പരസ്യപ്പെടുത്താനാകില്ലെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. വോട്ടിംഗ് യന്ത്രത്തിൽ അട്ടിമറി നടത്തിയതിന് തെളിവില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ കോടതിക്ക് കഴിയില്ലെന്നും ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ച് നിരീക്ഷിച്ചു. മെറിറ്റിന്റെ അടിസ്ഥാനത്തിലല്ല ചില ചോദ്യങ്ങൾ ഉയർന്നപ്പോഴാണ് നിർദ്ദേശങ്ങൾക്കായി വിഷയം പരിഗണിച്ചതെന്നും ഉന്നയിച്ച ചോദ്യങ്ങളിൽ വിശദീകരണം ലഭിച്ചുവെന്നും വ്യക്തമാക്കിയ കോടതി ഹർജി വിധി പറയാൻ മാറ്റി. 24 ഡൽഹി. ഡൽഹി ജന്തർ മന്ദറിൽ നാടകീയ പ്രതിഷേധവുമായി തമിഴ്നാട്ടിൽ നിന്നുള്ള കർഷകർ. കാർഷിക വിളകൾക്ക് താങ്ങുവില ഉറപ്പാക്കുക, രാജ്യത്തെ എല്ലാ നദികളും തമ്മിൽ ബന്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. ഇതിനിടെ സ്ത്രീകൾ ഉൾപ്പെടെ കർഷകർ ടെലിഫോൺ ടവറിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് ആശങ്കയ്ക്കിടയാക്കി. തമിഴ്നാട്ടിൽ നിന്നുള്ള 200ഓളം കർഷകരാണ് കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധവുമായി ജന്തർ മന്ദറിലെത്തിയത്. കടബാധ്യതയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കർഷകരുടെ തലയോട്ടികളും അസ്ഥികളും കയ്യിലേന്തിയായിരുന്നു പ്രതിഷേധം. കാർഷികോൽപ്പന്നങ്ങളിൽ നിന്നുള്ള വരുമാനം ഇരട്ടിയാക്കുക, പെൻഷൻ 5000 രൂപയാക്കി ഉയർത്തുക, വ്യക്തിഗത ഇൻഷുറൻസ് ഉറപ്പാക്കുക, ഇന്ത്യയിലെ എല്ലാ നദികളെയും തമ്മിൽ ബന്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വാരാണസി മണ്ഡലത്തിൽ മത്സരിക്കുമെന്നും കർഷകർ വ്യക്തമാക്കി. இந்த மோடி ஐயாவுடைய கடமை, ஆனா மோடி ஐயா செய்ய மாட்டேங்கிறாரு. அழுதப்புள்ளதான் பால் குடிக்குன்னு சொல்லுவாங்க, தட்டினா தான் ராத்திரில பொண்டாட்டியோட கதை துறப்பான்னு சொல்லுவாங்க. அது போல நாங்க இப்ப அழுதுகிட்டு இருக்கோம். நேற்று வந்தோம், காவல்துறை வச்சு தாக்குறாரு மோடி. எங்களை காப்பாற்ற வேண்டியது மோடியுடைய கடமை. காப்பாற்றவில்லை. இந்தியாவில் எல்லா விவசாய சங்கங்களையும் அழைத்து நாங்கள் வாரணாசியில் 1000 பேர் அவருக்கு எதிர்த்தா நாமினேஷன் தாக்கல் பண்ணோம்.
പ്രതിഷേധത്തിനിടെ കർഷകരിൽ ചിലർ സമീപത്തെ ടെലിഫോൺ ടവറിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് ആശങ്കയ്ക്കിടയാക്കി. ഫയർഫോഴ്സ് എത്തിയാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രതിഷേധക്കാരെ അനുനയിപ്പിച്ച് താഴെ ഇറക്കിയത്. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ പ്രതിഷേധം ശക്തമാക്കാനാണ് കർഷകരുടെ തീരുമാനം. 24 ഡൽഹി. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. കോഴിക്കോട് ICU പീഡന കേസിലെ അതിജീവിതം നടത്തിവന്ന സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. മൊഴി രേഖപ്പെടുത്തിയ ഡോക്ടർ KV പ്രീതിക്കെതിരായ അന്വേഷണ റിപ്പോർട്ട് 3 ദിവസത്തിനകം ലഭ്യമാക്കാമെന്ന് ഉറപ്പ് ലഭിച്ചെന്ന് അതിജീവിത. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിക്കുമെന്നും അതിജീവിത 24 പറഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ചയായി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ നടത്തിവന്ന കുത്തിയിരിപ്പ് സമരമാണ് അതിജീവിത അവസാനിപ്പിച്ചത്. ഉത്തരമേഖല IGയുമായി നടത്തിയ ചർച്ചയിൽ 3 ദിവസത്തിനുള്ളിൽ ഡോക്ടർ KV പ്രീതിക്കെതിരായ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകാമെന്ന ഉറപ്പ് ലഭിച്ചെന്ന് അതിജീവിത പറഞ്ഞു. അല്ലാത്ത പക്ഷം വീണ്ടും സമരം ആരംഭിക്കും. സമരം ഇന്ന് താൽക്കാലികമായി നിർത്തിവെക്കുകയാണ്. 3 ദിവസം കഴിഞ്ഞ് റിപ്പോർട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ സമരം പിന്നെയും തുടരും. തനിക്കൊപ്പം സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും നിൽക്കുന്നില്ല. അതിനാൽ വോട്ട് ബഹിഷ്കരിക്കും. വോട്ട് ചെയ്യാൻ താല്പര്യമില്ല. നമുക്ക് ഒരു പാർട്ടിക്കാരോ അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ പോലും നമുക്ക് കൂടെ നിൽക്കാത്ത ഒരു അവസ്ഥയിൽ നമ്മൾ സർക്കാരിന് വേണ്ടി വോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ മാത്രമായ തീരുമാനമാണത്. കേസുമായി ബന്ധപ്പെട്ട് തന്റെ മൊഴി ഡോക്ടർ KV പ്രീതി പൂർണ്ണമായും രേഖപ്പെടുത്തിയില്ലെന്നാണ് പരാതി. ഇതിൽ മെഡിക്കൽ കോളേജ് ACP അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിൽ തനിക്ക് അനുകൂലമായ കാര്യങ്ങൾ ഉണ്ടെന്നാണ് അതിജീവിതയുടെ വാദം. 24 കോഴിക്കോട്. ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.